ആർ വി ബാബു ടെലിഫോണിലായിരുന്നു. ശ്രീ ആർ വി ബാബു, വിജിലൻസിന് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു. പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡിന്റെ പങ്കാളിത്തം കൂടി, അതായത് 2019 കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അധികൃതരുടെയും മറ്റുള്ളവരുടെയും പങ്ക്, പ്രേരണ, ഗൂഢാലോചന എന്നിവ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ ഈ വിഷയം തുടങ്ങിയ കാലം മുതൽ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണല്ലോ. ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എടുത്തൊരു കാര്യമല്ല, എടുത്ത തീരുമാനമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ ഒരു സ്പോൺസർഷിപ്പ് കൊടുത്തതിന്റെ പിന്നിൽ, അതും ഈ സന്നിധാനത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ പറയുന്ന സ്വർണം പൂശാൻ അനുവാദം കൊടുത്തത് വഴി, അതേപോലെ ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞ മഹസറിൽ എഴുതിയതിന്റെ പിന്നില് ഒക്കെ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലെന്ന് എല്ലാവർക്കും, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? അത് കൃത്യമായിട്ട് നമുക്കറിയാം. ശബരിമല പോലെ ക്ഷേത്രം അത് ദേവസ്വം ബോർഡിന്റെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നട്ടെല്ലായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ ദേവസ്വം ബോർഡ് അറിയാതെ ആവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ മാത്രമല്ലെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ദേവസ്വം ബോർഡ് ഭരണാധികാരികളെ പോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്ന അവതാരത്തിന് എല്ലാ അനുകൂലങ്ങളും ചെയ്തു കൊടുത്ത രാഷ്ട്രീയ നേതൃത്വം ഇതിൽ പ്രതികളാവേണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇതിനകത്ത് പ്രതികളാവേണ്ടതാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടെ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരം ബന്ധങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സാധ്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധങ്ങൾ എന്തൊക്കെയാണ് ഇതിനകം വ്യക്തമായതാണ്. ഇപ്പൊ വിജിലൻസിന്റെ അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കും പോകണം. എന്നാൽ മാത്രമേ ഇതിന്റെ വസ്തുതകൾ മുഴുവൻ പുറത്തു വരൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പക്ഷേ ശ്രീ ആർ വി ബാബു, ഈ 2019 ദേവസ്വം ബോർഡിനെയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ നിർത്തുന്നത്. അത് മാത്രം മതിയോ? 2025 സമാനമായ സംഭവങ്ങൾ ശബരിമലയിൽ ആവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഇതെല്ലാം 2019 ചെയ്തികളാണ് എന്നാണ്. അത് സത്യമാണ്. കാരണം പ്രശാന്ത് തുടക്കം മുതൽ പറഞ്ഞത്, പ്രശാന്താണ് ഇത് പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ ചരിയിട്ട് രക്ഷപ്പെടാമെന്നാണ് പ്രശാന്ത് അടക്കം വിചാരിക്കുന്നത്. പക്ഷെ ഇത് സാധ്യമല്ല. ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം മാനുവൽ ലംഘിച്ച് ദേവസ്വം സന്നിധാനത്തുനിന്ന് പുറത്തു കൊണ്ടുപോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ അനുവാദം കൊടുത്തത് പ്രശാന്തല്ലേ? പ്രശാന്ത് അറിയാതെ അല്ലല്ലോ ഇതും നടന്നത്. ഈ കാര്യത്തിൽ പ്രശാന്ത്, അതായത് ദേവസ്വം ബോർഡിന് അറിയാം, 2019 അറിഞ്ഞുകൂടാ എന്നൊക്കെയായിരുന്നു ഇപ്പോ വ്യക്തമാകുന്നത്. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയില്ല, ഇപ്പോഴത്തെ നടന്നത് അറിയാം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാം. ഇത്തരം വൈരുദ്ധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടാൻ കാരണം അതാണ്. ഈ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ഈ പറയുന്ന കള്ളക്കളിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ദേവസ്വം ഇപ്പോ ഈ സ്പെഷ്യൽ ഓഫീസർ, കമ്മീഷണർ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്താ? അതായത് അവിടെ കള്ളക്കളി നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണല്ലോ. അല്ലെങ്കിൽ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്? സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് വഴി നമുക്ക് വളരെ വ്യക്തമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റും ഈ ഒരു പങ്ക് കച്ചവടത്തിൽ കുറ്റവാളിയാണ്. യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. അദ്ദേഹവും ഈ പ്രതിപട്ടികയിൽ പെടേണ്ട ആള് തന്നെയാണ്. ഇതൊരു വലിയ മാഫിയയാണ്. ആ മാഫിയ സംഘങ്ങളിൽ ആരൊക്കെ എന്ന് മാത്രമാണ് ഇപ്പൊ കണ്ടെത്താനുള്ളത്. അത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമാണോ, അതെയോ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയുണ്ട് എന്നൊക്കെ കൂടി നമ്മൾ. ശ്രീ ആർ വി ബാബു, ഞാൻ ഇത്രയും നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയെ ബന്ധപ്പെട്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. താങ്കളുമായി നിരവധി തവണ നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ശാസ്താംകോട്ടയിലെ ക്ഷേത്രം, അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലെ ക്രമക്കേടുകളും തട്ടിപ്പുകളും പ്രസാദവുമായി ബന്ധപ്പെട്ട വിതരണത്തിലെ കാര്യങ്ങളൊക്കെ പുറത്തു വരികയാണ്. ഹിന്ദു സംഘടനകളായി നിൽക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരൊന്നും ഇത് നേരത്തെ മനസ്സിലാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആരോപണം വന്നപ്പോൾ മാത്രം നിങ്ങളുടെ കൂടി ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾക്ക് അനുകൂലമായി ആരുമില്ല എന്നുള്ള നിലയിലാണോ ഈ കാര്യങ്ങൾ പുറത്തുവരുമ്പോൾ ഭക്തരൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട്? അതെ, ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ ഈ ടോർച്ച് ഇപ്പൊ തെളിയിക്കുന്നത് ഉള്ളൂ. ഈ ടോർച്ച് ഞങ്ങൾ പണ്ടേ തെളിയിച്ചത്, ഞങ്ങൾ ഒരുപാട് തവണ ദേവസ്വം, അതായത് ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലം തന്നെ ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയും പുള്ളിവെപ്പുമാണ്. ഞങ്ങൾ അതിനു വേണ്ടി എത്രയോ സമരങ്ങൾ നടത്തി. ഞങ്ങൾ ക്യാബിനറ്റ്, അതായത് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ 2012 തന്നെ നേരിൽ കണ്ട് ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കണതിന്റെ ആവശ്യകത നേരിട്ട് ബോധിപ്പിച്ചു. ഞങ്ങൾ ഹിന്ദു അവകാശ പത്രിക എന്നുള്ള പേരിൽ ഇറങ്ങി സാമൂഹ്യനീതി യാത്ര നടത്തി. എത്രയെത്രയോ സമരപരിപാടികൾ ക്ഷേത്ര വിമോചനത്തിന് വേണ്ടി നടത്തി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയതല്ലേ. അന്ന് ഞങ്ങൾ നടത്തിയ സമരങ്ങളോട് നിങ്ങൾ കണ്ടച്ചു. ഇന്ന് നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത രീതിയിൽ ശബരിമല പോലുള്ള ഒരു ക്ഷേത്രത്തിലെ, മേജർ ക്ഷേത്രത്തിലെ നടന്നപ്പോഴും നിങ്ങൾക്ക് ആ വാർത്ത ഒഴിച്ചു നിർത്താൻ പറ്റാത്ത വാർത്തയായി.
ഞങ്ങളിത് എത്രയോ കാലമായിട്ട് ഹൈക്കോടതിയിലടക്കമുള്ള നിരവധി കേസുകൾ, ഞങ്ങളുടെ കേസുകളുണ്ടല്ലോ. ഞങ്ങളുടെ കേസ്, ഞങ്ങളുടെ പ്രവർത്തകർ കൊടുത്തിട്ടുള്ള കേസുകൾ അടിസ്ഥാനം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയും. ഗുരുവായൂർ 5 കോടി രൂപ 2 തവണയായിട്ട് കൊടുത്തു. ദേവസ്വം ഫണ്ടിൽ നിന്നും പണം ദേവസ്വം മാനുവലിന് വിരുദ്ധമായി, ദേവസ്വം ആക്ടിന് വിരുദ്ധമായിട്ട് കോവിഡ് ദുരിതാശ്വാസ നിധിയിലേക്കും പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്കും കൊടുത്തു. കേരള ഹൈക്കോടതി അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു കേരള സർക്കാരിനോട്. ദേവസ്വം ബോർഡ് എന്താ ചെയ്തത്? ഗുരുവായൂർ ദേവസ്വം ബോർഡ് ആ പണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുക. അപ്പൊ ഇത് ആരുടെ പണമാണ്? ഈ പണം ഞങ്ങൾക്ക് വേണ്ട. ഹൈക്കോടതി പറയുന്നു ആ പണം തിരിച്ചു കൊടുക്കാൻ കേരള സർക്കാരിനോട്. അത് വേണ്ട, ഞങ്ങൾ കൊടുത്ത പണം സർക്കാരിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് വിധി സമ്പാദിക്കാൻ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ആരുടെ പണം ചെലവാക്കിക്കൊണ്ടാ? ഈ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന പണം ചെലവാക്കിക്കൊണ്ടല്ലേ. ഞങ്ങളാണ് ആ കേസ് പോയിട്ടുള്ളത്. നിങ്ങൾ അതൊന്നും കാണാതിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. മാധ്യമങ്ങൾ കുറച്ചുകൂടി ഈ വിഷയത്തിൽ ശ്രദ്ധ ചേർത്തിക്കൊണ്ട് ശ്രദ്ധ മുഴുവൻ ഇവിടെയാണ് ശ്രീ ആർ വി ബാബു. ശ്രദ്ധ മുഴുവൻ ഞങ്ങളുടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള സമയം മൊത്തം മുഴുവൻ ശബരിമലയ്ക്കും ഹിന്ദു വിശ്വാസത്തിനൊക്കെ വേണ്ടിയാണ്. ആ കാര്യത്തിൽ ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. ഞങ്ങൾ അതിനെ അഭിനന്ദിക്കുന്നു. ഞാൻ പറഞ്ഞത് ഹിന്ദു സംഘടനകൾ എന്തുകൊണ്ട് ചെയ്തില്ല? ഹിന്ദു സംഘടനകൾ ഇത് തന്നെയായിരുന്നു പണി. അന്ന് നിങ്ങൾ ആ സമരങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ സമരങ്ങൾ കൊട്ടാരക്കരയിലേക്ക് വിഷയം ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇടപെട്ട് വലിയ പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്, കൊട്ടാരക്കരയിൽ അവിടെ ഒരു ഭൂമിയുടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. കൊട്ടാരക്കര ശ്രീനാരായണയുടെ പ്രതിമ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായി. ഹിന്ദു ഐക്യവേദിയോട് സമരം നടത്തിയത്. ഹിന്ദു ഐക്യവേദി നടത്തിയ നിയമ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ഭൂമിയോട് സംരക്ഷിക്കപ്പെട്ട് നിൽക്കുന്നത്. നിങ്ങൾ ആ വിഷയം ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ഈ കേരളത്തിലെ ക്ഷേത്ര ഭൂമികൾ മുഴുവൻ അന്യാധീനപ്പെട്ടതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് അതിനെതിരായിട്ടുള്ള സമരപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? എത്ര കേസുകളാണ് ഓരോ ജില്ലയിലും അവിടുത്തെ മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള കേസുകൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? ശരി, ഇതെല്ലാം ക്ഷേത്ര ഭൂമികൾ സംരക്ഷിക്കാൻ വേണ്ടി സമര പോരാട്ടങ്ങളാണ്. ശരി, നന്ദി ശ്രീ ആർ വി ബാബു, നന്ദി താങ്കളുടെ പ്രതികരണത്തിൽ. ഏതായാലും വലിയ തോതിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണത്തിൽ 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് വൻ വീഴ്ച, ബോർഡിന്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുള്ള വിജിലൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണം, ഒപ്പം ബോർഡും ഭരണസമിതിയിലും വീഴ്ചയുണ്ടായി. പത്മകുമാർ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായി തന്നെ പത്മകുമാറിനെ ടാർഗറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വാദമെങ്കിൽ പോലും പത്മകുമാറിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് വളരെ കൃത്യമാണ്. കാരണം ദേവസ്വം ബോർഡ് അറിയാതെ, ശക്തരായ CPM നേതാക്കൾ അറിയാതെ ഒരു ഇല പോലും അനങ്ങാത്ത ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഏത് കക്ഷി ഭരിച്ചാലും ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ബോർഡ് ചെയർമാൻ അടക്കം അറിയാതെ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് ഭക്തർ ചോദിക്കുന്നു, വിശ്വാസികൾ ചോദിക്കുന്നു. അതിപ്പോൾ വിജിലൻസ് സംഘത്തിൻ്റെ അന്വേഷണത്തിലും വളരെ കൃത്യമായി തന്നെ പുറത്തു വരുമ്പോൾ ശബരിമല ദേവസ്വം തട്ടിപ്പ് അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളുടെ പങ്ക് കൂടി അസന്നിഗ്ധമായി തെളിയുകയാണ്. ഇതിപ്പോൾ 2019 മാത്രമാണോ? അതിനുശേഷം വന്ന ഇപ്പോൾ പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡ്, ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് അവർ ഭരിക്കുമ്പോഴാണ് 2025 സമാനമായ സംഭവം ഉണ്ടായത്. അതും വളരെ കൃത്യമായി തന്നെ ഈ വിജിലൻസ് റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ആ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്താൻ ഈ വിജിലൻസ് തയ്യാറായിട്ടില്ല എന്നത് പ്രധാനമാണ്. പക്ഷേ 2025 കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ആ രേഖകൾ കൂടി പരിശോധിച്ചു എന്ന് പറയുന്നുണ്ട്. 29 ദിവസത്തോളമാണ് ഈ വിദ്വാൻ, ഈ മഹാനായ പോറ്റി ഈ സ്വർണ്ണപ്പാളികളുമായി നാട് മുഴുവൻ സഞ്ചരിച്ചത് എന്ന് മനസ്സിലാക്കണം. ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെ എത്തിക്കുന്നത് 29 ദിവസത്തിന് ശേഷമാണ്. നമുക്കറിയാം ഈ ശബരിമലയിൽ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ടാൽ ചെന്നൈയിലെത്താൻ എത്ര സമയം വേണമെന്നുള്ളത്. ഇത് സംഭവിച്ചില്ല. 29 ദിവസത്തെ കറക്കത്തിന് ശേഷം ഇയാൾക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിച്ച് പ്രദർശിപ്പിച്ച ശേഷമാണ് ഈ വിദ്വാൻ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണ്ണപ്പാളി എത്തിച്ചത്, ഈ നമ്മുടെ ഈ കാര്യങ്ങൾ എത്തിച്ചത്, ദ്വാരപാലക ശില്പമടക്കം എത്തിച്ചത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.